ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ 250 കപ്പിന് 1 കപ്പ് എള്ളിട്ട് കൊടുക്കാം. കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 250 കപ്പിന് 1 കപ്പ് ശർക്കരപ്പൊടി കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു കടായി ചൂടായതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച എള്ള് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് പോയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ. എള്ള് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. ഈ സമയത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതേ കടായിലേക്ക് തന്നെ 250 കപ്പിന് 1/2 കപ്പ് മട്ട റൈസിൻ്റെ അവലിട്ട് കൊടുക്കാം. ഇതും നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. ഇനി ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ കടായിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് 1/4 കപ്പ് ചിരവിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ നമുക്ക് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മുഴുവനായിട്ടുള്ള ശർക്കരയാണ് എടുത്തില്ലെങ്കിൽ അത് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച എള്ള് മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച അവലും മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എള്ള അവൽക്കൂട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ദിവസവും കുറേശ്ശെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. ഇത് കുറച്ച് ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. അല്ല ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.